യമനിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് പണിക്കർ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് അവിടെ കുറ്റം ചെയ്ത ഒരു സ്ത്രീയെയാണ് നിങ്ങൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ്. അദ്ദേഹം അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണിക്കുന്നുണ്ട്. കഷായം ഗ്രീഷ്മ അതുപോലത്തെ പല ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം കൂടത്തായി ജോലിയൊക്കെ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് നിമിഷപ്രിയയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നും ആണ് ചോദിക്കുന്നത്. ഈ ചോദ്യം എങ്ങനെയാണ് സാർ? ഈ ചോദ്യം തീർത്തും അസംബന്ധമായിട്ടുള്ളൊരു ചോദ്യമാണ്. വലിയ രീതിയിൽ ശ്രീജിത്ത് പണിക്കർ ഇതേവരെ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ തന്നെ റദ്ദ് ചെയ്യുന്നൊരു കാര്യവുമാണ്. അതെന്താണെന്ന് പറയാം ശിവലി. ഒന്ന്, ഇവിടെ നമ്മുടെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. 1000 നിരപരാധികൾ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളതിൻ്റെ ബേസിൽ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഈ പറയുന്ന പോലെ കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടിക്രമങ്ങളാണ് നമ്മുടേത്. ആ നിയമ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഒരു നിരപരാധി പോലും ജയിലിൽ കിടക്കുന്നില്ല എന്നുള്ളതാണ് വെപ്പ്. അപ്പോൾ കുറേ കൂടി ജനാധിപത്യപരമായ, കുറേ കൂടി ഈ പറയുന്ന പോലെ നീതിന്യായ വ്യവസ്ഥകളുള്ള, കുറേ കൂടി ഒരു കുറ്റവാളിയാണ് എന്ന് ആരോപിക്കപ്പെട്ട ഒരാൾക്ക് പോലും തെളിവ് സമർപ്പിക്കാനുള്ള നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ കോടതികളിലുണ്ട്. അതുപോലും പക്ഷെ കൃത്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം നിങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീലുമായി പോകണമെങ്കിൽ ഒരു വക്കീലിന് ഏതാണ്ട് 1 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. അപ്പം പണമുള്ളവരും ഇല്ലാത്തവരും ഇവിടെ പോലും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അങ്ങനെ പ്രതിസന്ധി നേരിടുന്ന നമ്മുടെ രാജ്യത്ത് ആരെങ്കിലും കുറ്റവാളികളായി മുദ്രകുത്തിയാൽ അവരോട് എടുക്കുന്ന അതേ സമീപനം തന്നെയാണോ ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ ശരിയ നിയമപ്രകാരം, അതും അവരുടേതായ നിയമപ്രകാരം എവിടെ ഈ പറയുന്ന പോലെ ഹൂത്തികൾ ഭരിക്കുന്ന യമനിലെ സന എന്ന് പറയുന്ന ഒരു ജില്ലയിലെ ഒരു നടപടിക്രമവുമായി താരതമ്യപ്പെടുത്തുന്നത്? അതെങ്ങനെ ശരിയാവും ഷിബിലി? അങ്ങനെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ പറയണം ഇവിടുത്തെ നിയമവും അവിടുത്തെ ശരിയാ നിയമവും ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്. എൻ്റെ വാദഗതി വളരെ ക്ലിയറാണ്. ഞാൻ ശരിയാ നിയമപ്രകാരം വിധിക്കുന്ന ഒരു നിയമത്തെ ഞാൻ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. അത് മനുഷ്യത്വപരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ അങ്ങനെയാണെങ്കിൽ പറയണം ശരിയാ നിയമത്തെ എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു, ശരിയാ ലോ പ്രകാരമുള്ള നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയണം. അതുകൊണ്ട് അത് ശ്രീജിത്ത് പണിക്കർ പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ വാദമില്ല. ശ്രീജിത്ത് പണിക്കറുടെ നിലപാടെന്ന് പറയാം. അങ്ങനെ അല്ലാത്തൊരാൾക്ക് ഈ ശരിയാ നിയമപ്രകാരമുള്ള വിധിയോ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ അവർക്കത് നിമിഷപ്രിയ വിട്ടുകൊടുക്കണമെന്നുള്ളതിനെയോ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഈ പറയുന്ന ശരിയാ നിയമപ്രകാരം എന്ന് പറയുന്ന ആ നിയമപ്രകാരം സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള ബഹുമാനമോ തുല്യനീതിയോ ഒന്നും ഉറപ്പുവരുത്താത്തൊരു സിസ്റ്റമാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പൊ അങ്ങനെയുള്ള നിലപാട് ഇന്ത്യയിലെ പോലൊരു ഇതിൽ പോലും, ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പോലും പലപ്പോഴും സ്ത്രീകൾക്ക് നീതി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും തന്നെ നീതി കിട്ടാറില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മളിവിടെ തന്നെ ഏതെങ്കിലും സ്ത്രീ കൃത്യമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ ശിക്ഷിക്കപ്പെട്ട എത്ര കേസുകളുണ്ട് ഷിബിലി? എൻ്റെയൊക്കെ 19-20 വയസ്സിൽ വെച്ച് ഞാൻ നടന്നിട്ടുള്ള ഈ പറയുന്ന പോലെ സൂര്യനെല്ലി കേസ് മുതൽ കിളിരൂർ, കവിയൂർ, ഈ പറയുന്ന പോലെ നിരവധി സ്ത്രീപീഡന കേസുകൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ നമുക്കറിയാലോ ഈ പറയുന്ന പോലെ ഫ്രാങ്കോ മുളക്കലിന്റെ കേസ് വരെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേസുകളിൽ എത്ര പേരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? അതിലൊരൊറ്റയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് റോബിൻ അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. ആ അച്ഛൻ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് കൂടി ഇത് കേട്ടിരിക്കുന്നവർ അറിയണ്ടേ? ആ കേട്ടിരിക്കുന്നവർ അറിയേണ്ടത്, ഞാൻ എൻ്റെ ഒരു പ്രസംഗം നിങ്ങളോട് ഈ വീഡിയോയുടെ അവസാനം കാണിക്കേണ്ടത്, അതുകൂടി നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഞാനൊരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് എത്രത്തോളം ഭീകരമാണ് ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്ന് പോലും. അതായത് സ്ത്രീകൾക്ക് പലപ്പോഴും നീതി കിട്ടാറില്ല. കാരണം പുരുഷന്റെ ആധിപത്യമുള്ള ഒരു സമൂഹമാണ് ഈ ലോകത്തെമ്പാടുമുള്ളത്. അതിൽ തന്നെ ഇവിടെയുള്ളതിനേക്കാൾ എത്രയോ വലിയ ആധിപത്യമാണ് ഈ പറയുന്ന പോലെ യമനിലൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഹൂത്തികളുടെയൊക്കെ കയ്യിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സമൂഹത്തിൽ ഇവിടെ പോലും സ്ത്രീകൾക്ക് നീതി കിട്ടാറില്ല. ഞാൻ പറഞ്ഞു വന്നത് റോബിനച്ചൻ ശിക്ഷിച്ചതിനെ കുറിച്ചാണ്. ആ ശിക്ഷിച്ച കേസ് പോലും നിങ്ങൾക്കറിയോ? 16 വയസ്സ് ഉള്ള ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നു. ആ പീഡിപ്പിച്ചതിന് ശേഷം അത് ഗർഭിണിയാകുന്നു. ഗർഭിണിയായതിനു ശേഷം 18 വയസ്സിന് മുമ്പായതുകൊണ്ട് ഗർഭിണിയായതുകൊണ്ട് ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ ആരും അറിയാതെ ഒരു കുട്ടിയെ പ്രസവിക്കുന്നു. അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്താണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട?
അതിനുശേഷം നടന്നിട്ടുള്ള സംഭവങ്ങൾ, ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. എങ്ങനെ? ഈ പെൺകുട്ടി കൂറുമാറി, പെൺകുട്ടിയുടെ അച്ഛൻ കൂറുമാറി, പെൺകുട്ടിയുടെ അമ്മ കൂറുമാറി, എല്ലാവരും കൂറുമാറി. ആര്? റോബിൻ അച്ഛൻ്റെ ഒപ്പം ചേർന്നു. അപ്പൊ എത്രമാത്രം വലിയ സ്വാധീനമാണ് ഈ കുറ്റവാളികൾക്ക് ഈ സമൂഹത്തിലുള്ളതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. റോബിൻ അച്ഛൻ ഒരിടക്ക് മറ്റേ ജാമ്യത്തിന് അപേക്ഷിച്ചു അവിടെ സുപ്രീം കോടതിയിൽ. എന്താണെന്നറിയാമോ? ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ. അപ്പൊ ഇനി ഇതൊക്കെ പോട്ടെ, ഈ പെൺകുട്ടിയുടെ പിതാവിനോട് 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് പിതാവിനോട് സ്വന്തം മകളുടെ കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കണം എന്ന് പറയുന്ന നിർബന്ധം പോലും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു പെൺ ഇതെല്ലാം പോട്ടെ ഷിബിലി, നമ്മുടെ ഇവിടെ ഇപ്പൊ ഏറ്റവും സമ്പന്നയായിട്ടുള്ള ഒരു യുവതിയാണല്ലോ ഈ പറയുന്ന പോലെ നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽപ്പെട്ടേക്കണത് ആണല്ലോ. എന്നിട്ട് എത്ര പേര് കൂറുമാറി, എങ്ങനെയൊക്കെ വളച്ചൊടിക്കപ്പെട്ടു. എങ്ങനെയാണ് ഫ്രാങ്കോ മുളക്കലിന്റെ കേസിൽ ഇവിടുത്തെ നീതിപീഠം എന്ത് ചെയ്തത്? അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? ആ ക്വസ്റ്റ്യൻ ചെയ്തതെന്ന് പറയുന്നത്, ഫ്രാങ്കോ മുളക്കൽ പിന്നെ ക്രൗൺ പ്ലാസയിൽ വന്ന് താമസിക്കും, രാവിലെ 9 മണിക്ക് ചെല്ലും, വൈകുന്നേരം 5 മണി വരെ ക്വസ്റ്റ്യൻ ചെയ്യും, തിരിച്ചു വിടും, വീണ്ടും പിറ്റേ ദിവസം ചെല്ലും. അങ്ങനെ 4ാമത്തെ 5ാമത്തെ ദിവസമായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ കേരളത്തിലോ ഇന്ത്യയിലോ പോലും സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു മിഥ്യയാവുകയും പലപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു തുല്യതയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിയമത്തിന്റെ പരിരക്ഷയോ അല്ലെങ്കിൽ നീതിയോ ഒന്നും കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് ഷിബ്ലി നിങ്ങൾ ഈ പറയുന്ന പോലെ യമനിൽ ഇതൊക്കെ കിട്ടും, അതുകൊണ്ട് വളരെ നീതിപൂർവമായിട്ടുള്ള വളരെ തുല്യതയോടുകൂടിയുള്ള ഒരു സമീപനം നിമിഷപ്രിയക്കെതിരെ ഉണ്ടായിരുന്നു, നിമിഷപ്രിയക്ക് അതെല്ലാം കിട്ടിയതാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? അതാണ് എൻ്റെ ചോദ്യം. സർ, ഇതിൽ അദ്ദേഹം വെക്കുന്ന ഒരു പ്രധാന വാദം തന്നെ നിമിഷപ്രിയ മനോരമയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ കുറ്റം സമ്മതിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ സമ്മതിച്ച ആളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നിമിഷപ്രിയ കുറ്റം സമ്മതിക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ് കുറ്റം സമ്മതിക്കുന്നത്? അതിൽ തന്നെ ശ്രീജിത്ത് പണിക്കർ ചെയ്തിട്ടുള്ള ഒരു ചതി വലുതാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആരാണെങ്കിലും ശ്രീജിത്ത് പണിക്കർ അതിനകത്ത് ചെയ്തിട്ടുള്ള ഒരു ചതി എന്ന് പറയുന്നത്, ഇതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ മനഃപൂർവ്വം അങ്ങോട്ട് മാറ്റിവെക്കുകയും ചില ഭാഗങ്ങൾ മാത്രം ആളുകളെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തു. പക്ഷേ ശ്രീജിത്ത് പണിക്കരെ മുഴുവനായി ഞാൻ കുറ്റപ്പെടുന്നില്ല. അതിൻ്റെ കാരണം അതിൻ്റെ താഴെ തന്നെ അദ്ദേഹം അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഷിബിലിക്കും എനിക്കൊക്കെ അറിയാം, ഈ വീഡിയോ തന്നെ 38 മിനിറ്റും 28 മിനിറ്റും ഒക്കെ ഉള്ള വീഡിയോ കാണുന്ന എത്ര പേര് പിന്നെ ആ ലിങ്ക് എടുത്ത് വെച്ചത് വായിച്ചു നോക്കുന്നത്. ഞാൻ അതിൻ്റെ ചെറിയൊരു രൂപം നിങ്ങളോട് പറയാം. ഇപ്പം എൻ്റെ മുമ്പിൽ ആ വീഡിയോ ഇരിക്കുന്നുണ്ട്. 2008 ഇവർ യഥാർത്ഥത്തിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് ഈ നിമിഷപ്രിയ എന്ന് പറയുന്നത്. അവർ 2008 കുറവലക്കാട് വന്ന് BSc നഴ്സിംഗ് പഠിച്ചതിന് ശേഷം 2008 ഇവർ യമനിലേക്ക് പോകുന്നത്. യമനിൽ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായതുകൊണ്ട്, വളരെ പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് നഴ്സിംഗ് പഠിക്കാൻ ഉറപ്പായിട്ട് കാശ് മുടക്കിണ്ടാവും. അതൊക്കെ കൊണ്ടിട്ട് ഇവർ യമനിൽ, അല്ലെങ്കിൽ യമനിൽ പോലൊരു ജോലി കിട്ടിയിട്ട് ആരും പെട്ടെന്ന് പോകില്ലല്ലോ ഷിബിലി. അപ്പോൾ പാലക്കാട് കൊല്ലങ്കോട്ടിലൊരു സാധാരണ പെൺകുട്ടി പോവില്ല. അങ്ങനെ പോയതിന് ശേഷം ഇവർ തിരിച്ചു വന്നാണ് ഇവിടെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷം ഇവർ ഭർത്താവുമായിട്ടാണ് യമനിലേക്ക് പോകുന്നത്. ഭർത്താവ് ഒരു വെൽഡർ ആയിരുന്നു. അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ വലിയ തരത്തിലുള്ള ജോലിയൊന്നും കിട്ടിയില്ല. സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലായപ്പോൾ മറ്റൊരു ക്ലിനിക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ്, ഇവർക്ക് നേരത്തെ മുൻപരിചയം ഉണ്ടായിരുന്ന, നന്നായി പെരുമാറിയിരുന്ന, ഇവരുടെ ക്ലിനിക്കിലെ കസ്റ്റമർ ആയിരുന്ന ഈ തലാൽ മഹദി നേരെ ഇങ്ങോട്ട് വരുന്നു, ഒരു ഓഫർ കൊടുക്കുന്നു. ആ ഓഫർ കൊടുത്തപ്പോൾ ഇവരങ്ങനെ ക്ലിനിക്ക് തുടങ്ങാമെന്നൊക്കെ ആലോചിക്കുന്നു. അപ്പോൾ പിന്നീട് ഈ നിമിഷപ്രിയയും ഈ തലാൽ മഹദിയുമായിട്ട് നേരെ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ തലാൽ മഹദിയും ഒരു സ്ത്രീ കൂട്ടുകാരിയുമായിട്ടാണ് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഇവരുടെ ഒരു ആൽബത്തിൽ നിന്നുള്ള ഒരു ഫോട്ടോകളൊക്കെ ഫോട്ടോയിൽ എന്ത് ചെയ്തു, ഫോണിൽ എടുക്കുന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ ഫോട്ടോകളൊക്കെ എടുക്കുന്നു. ആ ഫോട്ടോകളൊക്കെ എടുക്കുന്നത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം, കാരണം ഇത് പിന്നീട് ആവശ്യം വരും. ആ ഫോട്ടോകളൊക്കെ എടുക്കുന്നു, അതിനുശേഷം തിരികെ ചെല്ലുന്നു. അപ്പോൾ ഈ ഭർത്താവും കുറച്ച് പണവും ഒക്കെ ഇവിടെ നിന്ന് സംഘടിപ്പിച്ച് എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇവരെന്ത് ചെയ്യുന്നു, അവിടെ ചെന്ന് ഈ ഒരു ക്ലിനിക്ക് തുടങ്ങുന്നു. ആ ക്ലിനിക്ക് തുടങ്ങുമ്പോൾ ആ എഗ്രിമെൻ്റ് എഴുതിയത് അറബിയിലായിരുന്നു. അപ്പോൾ ഇവർക്ക് അന്നേരം അറബി വശമില്ലായിരുന്നു. അറബി ഈ എഗ്രിമെൻ്റ് എഴുതിയപ്പോൾ ഈ തലാൽ മഹദി ഒരു പണി ചെയ്തു എന്നാണ് നിമിഷപ്രിയ പറയുന്നത്. ആ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇവർ പുതിയ ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി പോയപ്പോൾ പഴയ ക്ലിനിക്കിൽ ജോലിക്ക് നിന്ന് അയാൾ വന്ന് കുറച്ച് ബഹളവും പ്രശ്നവും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അയാൾക്ക് കൂടി ഒരു 33% ഷെയർ ഇതിനകത്ത് കൊടുക്കാമെന്ന് പറയുന്നു. ബാക്കിയുള്ള ഷെയർ മുഴുവൻ ആരുടെ പേരിൽ എടുക്കുന്നു? തലാൽ മഹദിയുടെ പേരിൽ എടുക്കുന്നു. അതായത് നിമിഷപ്രിയയുടെ പേരിലോ അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡിൻ്റെ പേരിലോ ഒന്നും ഒരു ഷെയറും ഇല്ല. അപ്പം അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നു, ഇവർ കുറച്ച് കാലം എന്ത് ചെയ്യുന്നു, അവിടെ നിൽക്കുമ്പോൾ അവർ ഇവരുടെ കയ്യിൽ നിന്നുള്ള പണമെല്ലാം തന്നെ ഈ തലാൽ മഹദി എടുത്തുകൊണ്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, അങ്ങനെ പണം കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നേരെ കയറി വരുന്നു, ഫയലുകളിൽ വെള്ളം ഒഴിക്കുന്നു, തുപ്പുന്നു, അതുപോലെയുള്ള കുറച്ച് പരിപാടികൾ കാണിക്കുന്നു. അപ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നു ഇത് ഈ പറയുന്ന പോലെ ഒരു സാധാരണ ആളല്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന
വലിയ വൈകൃതങ്ങളുള്ള ഒരാളാണ് എന്ന് ഇവർക്ക് കൃത്യമായി മനസ്സിലാകുമ്പോഴാണ് ഇവർ മാനേജറെടുത്ത് നിന്ന്, ആ ക്ലിനിക്കിൻ്റെ മാനേജറെടുത്ത് നിന്ന് പരാതിപ്പെടുമ്പോൾ ആ മാനേജർ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലേ, പിന്നെ എന്താണ് ഭർത്താവ് ക്യാഷ് എടുത്തുകൊണ്ട് പോയാൽ പ്രശ്നം എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവർ പറയുന്നു ഞങ്ങളങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ഇവർ പാസ്പോർട്ട് തിരികെ വേണമെന്ന് പറയുന്നു. പാസ്പോർട്ട് ഇയാൾ എടുക്കുന്നു. ഇവരിടക്കിടക്ക് ഗോൾഡാക്കി വെക്കുന്നു ഇതിൻ്റെ വരുമാനം. ആ ഗോൾഡും ഇയാൾ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിനുശേഷം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്, അത് ഇൻ്റർവ്യൂ പറയാത്തതാണ്. ഇവർ തമ്മിലുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് സാമുവൽ ജെറോമൊക്കെ പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഇവർ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ കോടതിയിലേക്ക് പോകുന്നു, പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ കോടതിയിലേക്ക് എത്തുന്നു. കോടതിയിലേക്ക് എത്തുമ്പോൾ ഇത് കല്യാണം കഴിച്ച്, അതായത് തെറ്റായി കല്യാണം കഴിച്ചിട്ടില്ലെന്നും എന്നെ കല്യാണം കഴിച്ച് വഞ്ചിച്ചതാണെന്നും പറയുന്ന ഒരു കേസ് കൊടുക്കുന്നു. ആ കേസിൻ്റെ ഭാഗമായിട്ട് ഈ 16 ദിവസം ഇവർ രണ്ടുപേരും ജയിലിൽ കിടക്കുന്നു. 16 ദിവസം രണ്ടുപേരും ജയിലിൽ കിടക്കുന്നു അവിടുത്തെ നിയമം അനുസരിച്ച്. അത് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. അപ്പോൾ കോടതിയിൽ വാദങ്ങൾ നടക്കുന്നു. കോടതിയിൽ ഈ നേരത്തെ എടുത്തിട്ടുള്ള, അതായത് ഞാൻ അണ്ടർലൈനിട്ട് വെക്കണമെന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്തിട്ടുള്ള മറ്റേ ഫോട്ടോകളിൽ ഇവൻ്റെ ഫോട്ടോ കൂടി തിരികെ കയറ്റിയതാണ് നിമിഷപ്രിയ പറയുന്നത്. ഫോട്ടോകൾ അവരെ കാണിക്കുന്നു, ഒരുമിച്ച് യാത്ര ചെയ്തതിൻ്റെ ഫോട്ടോകൾ കാണിക്കുന്നു. കോടതി ഇവർ തമ്മിൽ വിവാഹിതരാണ് എന്ന് വിധിക്കുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു. ശേഷം നമുക്കറിയില്ല അതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഒരുമിച്ച് താമസിക്കുന്നു. ശേഷം ഈ തലാൽ മഹദിയുടെ കുടുംബ വീട്ടിലേക്ക് എത്തുമ്പോൾ ചേട്ടനൊക്കെ നിർബന്ധിച്ചുകൊണ്ടാണ് എന്നാണ് ഈ ഇതിൽ പറയുന്നത്, ഒരു കല്യാണത്തിൻ്റെ ചടങ്ങുകൾ കൂടി നടത്തുന്നു. ഇനി ഇതിന് ശേഷം ഇതൊക്കെ എന്തു ആയിക്കോട്ടെ, ഇതിന് ശേഷം ഇവർ വലിയ തോതിലുള്ള പീഡനങ്ങൾക്കിരയാകും. എന്ന് പറഞ്ഞാൽ ബ്ലേഡ് വെച്ച്, കത്തി വെച്ച് എന്ത് ചെയ്യുക, കൈമുറിക്കുക, ചോര എന്ത് ചെയ്യുക, തട്ടേക്കിടുക, ശാരീരികമായി ഉപദ്രവിക്കുക, ലൈംഗികമായിട്ട് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ലൈംഗിക ഈ പറഞ്ഞ പോലെ ചേഷ്ടകൾ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ബന്ധപ്പെടലുകൾക്ക് നിർബന്ധിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുന്നു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇവരുടെ കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ചുകൊണ്ട്, അതായത് കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് ഒരുമിച്ചുള്ള ഈ പറയുന്ന പോലെ ലൈംഗികമായിട്ടുള്ള വീഴ്ചകൾക്കൊക്കെ വേണ്ടി നിർബന്ധിക്കുന്നു. ചില രാത്രികളിൽ നിമിഷപ്രിയ പറയുന്നതനുസരിച്ച് ഇറങ്ങിപ്പോയിട്ട് പുറത്ത് എന്ത് ചെയ്യുന്നു, അതായത് യമനിലെ റോഡുകളിൽ പോലും രാത്രി മുഴുവൻ കഴിയേണ്ടി വരുന്ന കാര്യമുണ്ടാകുന്നു. പാസ്പോർട്ട് നിരന്തരമായി തിരികെ ചോദിക്കുന്നു. പാസ്പോർട്ട് ഇയാൾ പിടിച്ചു വെക്കുന്നു. പാസ്പോർട്ട് തിരികെ കൊടുക്കുന്നേയില്ല. മനസ്സിലായോ? അപ്പോൾ ആ പാസ്പോർട്ട് തിരികെ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട് പറയുമ്പോൾ അയാളാണ് പറയുന്നത്, ഇവരെ മയക്കി കിടത്തിയോ അല്ലെങ്കിൽ ഇവരെ പിടിച്ചോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരെ കൊണ്ടുപോയി പാസ്പോർട്ട് എന്ത് ചെയ്യാം, തിരികെ മേടിച്ച് തരാമെന്ന് പറയുന്നു. ഈ പെൺകുട്ടി ഇതിൻ്റെ എല്ലാ കരച്ചിലുകളും താഴെയുള്ള ഹനാൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ജയിലിലുള്ള യുവതി, ആ പെൺകുട്ടിയാണ് ഇത് മുറിക്കാൻ കൂട്ടുന്നു എന്നുള്ളതിൻ്റെ പുറത്ത് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടത്. ആ ജയിലിൽ ഇപ്പോൾ ഇവർ ഒരുമിച്ച് കഴിയുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഈ പറയുന്ന നിമിഷപ്രിയ ഇനി സ്വന്തം ഇഷ്ടപ്രകാരം ഇയാളെ കല്യാണം കഴിച്ചതാണെന്ന് തന്നെ ഒരു വാദത്തിന് വേണ്ടി വെക്ക്. അങ്ങനെയാണെങ്കിൽ പോലും ഷിബിലി അവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ശരിയാ ലോ അനുസരിച്ച് നമ്മൾ കോടതിയിൽ ചെന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ടാൽ ഈ ഭർത്താവ് കൊടുക്കണം, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നുള്ള തെളിവുകൾ കൊടുക്കാൻ പറ്റിയാലേ വിവാഹമോചനം അനുവദിക്കുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഷിബിലി അതുപോലും തെറ്റാണ്. നമുക്കൊരാളെ വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് വേണം. അല്ലാതെ ആ പെൺകുട്ടിയുടെ പറഞ്ഞ പാസ്പോർട്ട് ഇവൻ പിടിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ നിർത്താൻ കഴിയില്ല. അപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ് ഈ പറയുന്ന സിബി വർഗീസായിട്ട് പോലും സംസാരിച്ചപ്പോൾ പറയുന്നത്, അദ്ദേഹത്തിന് പോലും ഉള്ളിൽ തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ഇത് വലിയ തോതിലുള്ള പീഡനം ഈ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഈ ജയിലിൽ പോയതിന് ശേഷമൊക്കെ തന്നെ തിരിച്ചു വന്നിട്ട് ഭർത്താവിനെ വിളിച്ച് പറയുന്നുണ്ട്, ഭർത്താവിനെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി 20ഓളം വരുന്ന സിമ്മുകൾ ഇവരെടുക്കുന്നുണ്ട്. അതൊക്കെ ഇദ്ദേഹം ചവിട്ടി ഓടിച്ച് കളയുകയാണ്. അപ്പോൾ അത് കൂടാതെ ഈ പറയുന്ന തലാൽ മഹദി എന്ന് പറയുന്ന ആൾക്ക് മറ്റ് നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും അയാൾ വളരെ മോശപ്പെട്ട ഒരാളായിരുന്നു എന്നൊക്കെ ഇവർ ഇതിനിടയിൽ തിരിച്ചറിയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ നക്ഷൽ എന്താണ് ഷിബിലി? ഒരൊറ്റ കാര്യമുള്ളൂ, അതായത് തലാൽ മഹദി ഈ പുള്ളിക്കാരിയെ, ഇന്ത്യക്കാരിയാണ്, പാസ്പോർട്ട് ഇല്ലാതെ എങ്ങോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒരു സ്ലേവ്, ഒരു അടിമയെ പോലെ വെച്ചുകൊണ്ടിരുന്നു. ശരിയല്ലേ? അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കുമ്പോൾ കൊടുക്കാൻ കഴിയുക? നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണ് അങ്ങനെ ഒരാൾ അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മറ്റേ അവരോട് എന്ത് ചെയ്യും? 50 കഷ്ണമാക്കോ 25 കഷ്ണമാക്കോ 15 കഷ്ണമാക്കോ അത് അവനെ വെറുതെ വിടുമോ? നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. പിന്നെ അപ്പം പോലും ഒരു പ്രശ്നമുണ്ട്, കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല, മയക്കി കെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പറയുന്ന എന്ത് ചെയ്തത്, കൊടുത്തത്. മനസ്സിലായോ?
ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ മെഹദി എന്ന് പറയുന്നത് നല്ല അടി കിട്ടേണ്ടവരല്ലേ, അല്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് അങ്ങേയറ്റം വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന പോലെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണിക്കരുടെ അഭിപ്രായം പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ ഒരൊറ്റ കാര്യമുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തലാൽ മെഹദി എന്ന് പറയുന്ന മനുഷ്യൻ അത്രത്തോളം വൃത്തികെട്ടവനായിട്ടുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ട് അയാളങ്ങോട് കൊല്ലപ്പെട്ടു പോയി നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നത്, നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യേണ്ടി വരും? അതിൻ്റെ റിയാക്ഷൻ അനുഭവിക്കേണ്ടി വരും. ഇനി നേരെ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും പെൺകുട്ടിക്കാണ്, അവരെന്ത് മോശമായിക്കോട്ടെ, അവരെന്ത് തീരുമാനം എടുത്ത് മാറിപ്പോയിക്കോട്ടെ, അങ്ങനെ മാറിപ്പോയാൽ പോലും ഇപ്പം തെറ്റക്കാർക്കും പറ്റുമായിരിക്കും. ഇപ്പം സൂര്യനെല്ലി കേസ് 40-ലധികം പ്രതികളുണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി 40 പേരുണ്ടാവും എന്ന് വിചാരിച്ച് പോയതല്ലല്ലോ. പകരം എന്ത് പറ്റിയതാണ്? ആ പെൺകുട്ടി ഒരു കണ്ടക്ടറോട് പ്രണയം തോന്നി എന്ത് ചെയ്താണ് പോയതാണ്. ശരിയാണ്, ആ പ്രണയം തോന്നിയത് തെറ്റായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ഇത്തരത്തിലുള്ളൊരു ശിക്ഷയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അത്രേ ഉള്ളു കാര്യം. അപ്പം അതുകൊണ്ട് ഇത് അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായിട്ടുള്ള കമൻറ്റുകളാണ് ഈ പറയുന്ന ശ്രീജിത്ത് പണിക്കർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലെങ്ങനെ അടിസ്ഥാനമുള്ളത്? ഇത് എൻ്റെ എന്നത്തെയും നിലപാടാണ്. ഷിബിലി അറിയേണ്ടത്, ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും തന്നെ നമ്മൾ സ്ത്രീയും പുരുഷനും സമത്വമാണ്, തുല്യതയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട കേസിൽ തെളിവുകൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. സാക്ഷികളെ കിട്ടുക, അത് തെളിയിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം ആണ് 90% രാജ്യങ്ങളിലും. ഇനി ഈ നിമിഷപ്രിയക്ക് തന്നെ പറ്റിയ വലിയൊരു കാര്യമുണ്ട്. അവർക്ക് വക്കീലുണ്ടായിരുന്നില്ല. അവരൊരു ജൂനിയർ വക്കീലിനെയാണ് കോടതി തന്നെ വെച്ചു കൊടുത്തത്. ആ ജൂനിയർ വക്കീലാണ് അവിടെ ബാധിച്ചത്. അപ്പം അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എത്രത്തോളം കൃത്യമായി പറയാൻ പറ്റും? ഇവരൊക്കെ എന്തായിരുന്നു, ഇതെല്ലാ വാദങ്ങളും എല്ലാ ഡിഫൻസും ഒക്കെ വളരെ കൃത്യമായി നടന്നതാണ്. അപ്പം അതിന് ശേഷമാണ് ഇത് നടക്കാതെ പോയതെന്ന് പറയാൻ പറ്റുമോ ഷിബിലി? അതുകൊണ്ട് അങ്ങേയറ്റം ഈ പറയുന്ന പോലെ നിരുത്തരവാദപരമായിട്ടുള്ള അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള കമൻറ്റുകളാണ് താങ്കൾ വലിയ ബുദ്ധിമാനായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു എന്ന പോലെ ശ്രീജിത്ത് പണിക്കർ അവതരിപ്പിക്കുന്നത്. അപ്പം അതായത് സത്യം പറഞ്ഞ പുള്ളി ഇപ്പം ശരിയാ ലോയുടെ ഒരു വക്കീലായിട്ട് വന്നേക്കാണ്. ഇനി നിങ്ങൾ ഞാൻ നേരത്തെ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം കൂടി കേൾക്കണം. അതായത് ഇന്ത്യ പോലെ നീതിന്യായ വ്യവസ്ഥകൾ അത്രത്തോളം ശക്തമായ ജനാധിപത്യപരമായ ഒരു രാജ്യത്ത് പോലും ആളുകൾക്ക് എങ്ങനെയാണ് നീതി, നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ എങ്ങനെയാണ് നീതി കിട്ടാത്തത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ 5-6 മിനിറ്റിൻ്റെ പ്രസംഗം കൂടി നിങ്ങൾ കേട്ടിട്ട് എന്ത് ചെയ്യൂ, നിങ്ങൾ തീരുമാനിക്കൂ. അത് ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ ഇതിനേക്കാൾ എത്രയോ മോശം അവസ്ഥയിലായിരിക്കും യമനിൽ എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഏതാണ്ട് 3 കോടിയിലധികം ജനങ്ങളുള്ള യമനിൽ ഇതിനേക്കാളൊക്കെ എത്ര മോശമായിരിക്കും, എത്ര മോശമായിട്ടായിരിക്കും ഹൂത്തികൾ അവിടെ ഇവരോട് പെരുമാറുന്നുണ്ടാവുക എന്നുള്ളത് ആലോചിച്ചാൽ മാത്രം മതി. അതും ശരിയാ ലോ പ്രകാരം ശിക്ഷ വിധിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഇനി ഷിബിലേക്ക് വേറെ കാര്യം കൂടി കേൾക്കണോട്ടാ. ശരിയാ ലോ പ്രകാരം ശിക്ഷ വിധിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? വെടിവെച്ച് കൊല്ലലാണ്. നേരത്തെ കല്ലെറിഞ്ഞ് കൊല്ലലൊക്കെ ഉണ്ടായി, കുറേ കാലമായിട്ട് ഇപ്പോൾ അതില്ല. കാരണം കല്ലൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട്. ഇപ്പോൾ വെടിവെച്ച് കൊല്ലലാണ്. എങ്ങനെ വെടിവെച്ച് കൊല്ലണത്? ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കവിഴ്ന്ന് എന്തിയിട്ട് മുതുകത്തോണ്ട് വെടിവെക്കുകയാണ്. വേദനയില്ലാതെ മരിക്കാന്ന് പറയുന്നത്. ഈ വധശിക്ഷ തന്നെ യഥാർത്ഥത്തിൽ നിർത്തലാക്കേണ്ടതാണ്. ഇപ്പൊ കാരണവർ കേസിൽ ഷെറിനോ ജോളി കൂടത്തായിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഒക്കെ ശിക്ഷ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ പോലും അവർക്കാർക്കും അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസുകൾക്ക് മാത്രമേ നമ്മൾ വധശിക്ഷ കൊടുക്കുന്നുള്ളൂ, അല്ലാതെ കൊടുക്കുന്നില്ല. ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും ഇതൊക്കെ നിർത്തി വരികയാണ്. സ്വീഡനും ഡെൻമാർക്കും അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം നിങ്ങളെ ജയിലിലിടും, അല്ലാതെ നിങ്ങളിങ്ങനെ ജീവപര്യന്തം പോലും അത്തരം സ്ഥലങ്ങളിലൊന്നും. അങ്ങനെ ലോകം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ശരിയാ ഈ പറയുന്ന പോലെ നിയമത്തിൻ്റെ വക്കീലായിട്ട് വന്നിരിക്കുകയാണ്. ഭലേബേഷ് എന്നേ പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ള ആരും തന്നെ നിമിഷപ്രിയ ഒരു ശരിയായ ലോയുടെ കാര്യത്തിൽ ശിക്ഷിക്കണം എന്നുള്ളത് വേണ്ടെന്ന് വെക്കില്ല. അവർക്ക് ലോകത്തുള്ള ഒരു സ്ത്രീക്കും ഇതുപോലെ കൃത്യമായിട്ട് നീതി കിട്ടാറില്ല. അത് ഇന്ത്യയിൽ പോലും അങ്ങനെ നീതി കിട്ടുന്നത് വളരെ വളരെ കുറവാണെന്ന് നമുക്കറിയാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ഇതിനെ വിലയിരുത്താൻ. ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യവും കൂടി ചോദിക്കാനുള്ളൂ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ ശരിയാ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നാൽ ഇവർ അംഗീകരിക്കൂ? ശ്രീജിത്ത് പണിക്കർ അതിനെ എന്ത് ചെയ്യൂ? ശരി, നല്ല നിയമമാണ്, നമുക്കതനുസരിച്ച് ശിക്ഷ നടപ്പാക്കാമെന്ന് പറയൂ? ഇനി ബാക്കി എൻ്റെ പ്രസംഗം കേട്ടോളൂ. അപ്പോൾ അതിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് സുജിത്തിനോട് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് തുടങ്ങണം എന്നാണ്. കാരണം സുജിത്തിനെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏതാണ്ട് 1 കൊല്ലം മുമ്പ് പരിചയപ്പെടുകയും സുജിത്ത് ഇത്തരത്തിലുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മളത് അത്ര അർഹിക്കുന്ന ഗൗരവത്തിലെടുത്തിരുന്നില്ല.
പക്ഷേ പിന്നീട് ഈ പുസ്തകം വായിച്ചപ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ സൂര്യനെല്ലി എന്ന് പറയുന്ന ഒരു അനുഭവം, എൻ്റെ ഏതാണ്ട് 19ാമത്തെ വയസ്സിലാണ് ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ നടക്കുന്നത്. ആ കേരളത്തിൽ നടക്കുന്ന സംഭവം ഏതാണ്ട് 37 പ്രതികൾ 40 ദിവസം ചതിച്ച് ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച അതിക്രൂരമായിട്ടുള്ളൊരു സംഭവം നടന്നതിന് ശേഷം കേരള പോലീസിലെ ഏറ്റവും പ്രശസ്തനും അതുപോലെ സത്യസന്ധനുമെന്ന് പേര് കേട്ട ഒരാൾ ആ കേസ് അന്വേഷിക്കുകയും ആ കേസ് പിന്നീട് ഒരു MP-യിലേക്ക് എത്തുകയും ഒരു DCC സെക്രട്ടറിയിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ പതുക്കെ ആ കേസിൻ്റെ തീവ്രത കുറയുകയും അതിൽ നിന്ന് ഏതാനും പ്രതികൾ ഒഴിവാക്കപ്പെടുകയും പിന്നീട് ആ പ്രതികളെ കൂടി പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി കോടതിയെ സമീപിക്കുകയും ചെയ്തൊരു കാര്യമുണ്ടായി. ഇത് എൻ്റെ 20ാമത്തെ വയസ്സിന് മുമ്പ് നടന്നൊരു സംഭവമാണെങ്കിൽ ഇന്ന് നമ്മൾ കേരളം എവിടെ എത്തി നിൽക്കുന്നു എന്നാലോചിക്കുമ്പോൾ അതിന് ശേഷം സൂര്യനെല്ലി എന്ന് പറയുന്നൊരു പേരിന് ശേഷം കിളിരൂർ എന്ന് പറയുന്ന കേസ്, വിതുര എന്ന് പറയുന്ന പെൺവാണിഭ കേസ്, ഇതിന് ശേഷം നമ്മൾ ഐസ്ക്രീം എന്ന് പറയുന്നൊരു പെൺവാണിഭ കേസ് കണ്ടു. ആ കേസിലും പ്രതികൾ പണം മേടിച്ച് കൂറുമാറുന്ന അവസ്ഥയുണ്ടായി. ആ കൂറുമാറുന്ന സ്ത്രീകളോട് പോലും എനിക്ക് വിദ്വേഷമില്ല എന്നാണ് ആ കേസിൻ്റെ പുറകെ നടന്ന മുൻ നക്സലൈറ്റ് ആയിട്ടുള്ള അജിത അന്ന് പറയേണ്ടി വന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ അവസ്ഥ അത്യന്തം ദാരുണമായ അവസ്ഥയിലാണ്. ഇതേപോലെ നിരവധി കേസുകൾ പിന്നീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ സ്ത്രീ പീഡനങ്ങളുടെ കാര്യത്തിൽ ഒരേ ഒരു കേസിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ആ ശിക്ഷിക്കപ്പെട്ടത് ഫാദർ റോബിൻ എന്ന് പറയുന്ന ഒരാൾ 16 വയസ്സ് തികയുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ഗർഭം ധരിക്കുകയും ചെയ്തതിന് ശേഷം ആ പെൺകുട്ടിയുടെ അച്ഛനോട് അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ, അതായത് സ്വന്തം മകളുടെ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ പറഞ്ഞ ക്രൂരത മുതൽ സംഭവിച്ചിട്ടും കോടതിയിലേക്ക് എത്തിയപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനും പെൺകുട്ടിയും അമ്മയും അടക്കം കൂറുമാറുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഈ കാഴ്ച നമ്മൾ കണ്ടതിന് ശേഷവും ഫാദർ റോബിൻ രക്ഷപ്പെടാതിരുന്നതിൻ്റെ ഏക കാരണം ശാസ്ത്രീയമായ DNA പരിശോധനയിൽ ആ ഫലം എതിര് നിന്നതുകൊണ്ട് മാത്രമാണ്. ഇരയാക്കപ്പെട്ട പെൺകുട്ടി കൂറുമാറിയിട്ട് പോലും നിങ്ങൾ അറിയേണ്ടത് കോടതിക്ക് പ്രതിയെ വെറുതെ വിടാൻ കഴിയാതിരുന്നത്. ഇതിനിടയിൽ ഒരു കേസ് ഞാൻ വിട്ടു, ഫ്രാങ്കോ മുളക്കൽ എന്ന് പറയുന്ന ഒരു കേസ്. ഇത്തരത്തിൽ നിരവധി കേസുകൾ കേരളത്തിൽ ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇന്ത്യയിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഹത്രാസിൽ ഒരു പെൺകുട്ടി അഗ്നിക്കിരയാകുമ്പോൾ വേദനിക്കുന്ന നമ്മൾ കേരളത്തിൽ വാളയാറിലെ 2 പെൺകുട്ടികൾ ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്ത് കൊലപാതകമാണെന്ന് ആരോപിക്കപ്പെടുമ്പോൾ നമുക്ക് വേദനിക്കാതിരിക്കുന്നതിൻ്റെ ശാസ്ത്രം എന്താണെന്ന് എനിക്കിതുവരെ ആലോചിച്ചിട്ട് മനസ്സിലായില്ല. ഒരു രാജ്യം പുരോഗമിക്കുന്നത്, ഒരു ജനത കുറേ കൂടി മുൻപോട്ട് നീങ്ങുന്നത്, അവിടെയൊക്കെ വിപ്ലവം ഉണ്ടായിട്ടുള്ളത്, തീർച്ചയായും നിങ്ങൾ അറിയേണ്ടത് കുറേ ആളുകൾ കൊടിയും പിടിച്ച് വിപ്ലവത്തിന് വേണ്ടി പൊട്ടിപ്പുറപ്പെട്ടിട്ടല്ല, പകരം സാംസ്കാരികമായ കലാപരമായ അത്തരം അവബോധത്തിലേക്ക് ജനത്തെ മാറ്റിയെടുക്കുന്നതിനാണ്. ഞാൻ സുജിത്തിനോട് മാപ്പ് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഇത് ചരിത്രം കേരളത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട ഒരു കാര്യമാണ്. സൂര്യനെല്ലി എന്ന് പറയുന്ന ഒരു സംഭവം കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിയുടെ ഉള്ളിൽ അഗ്നിപർവ്വതം പോലെ എരിയുന്ന സംഭവത്തിനെ ചരിത്രത്തിൻ്റെ രേഖപ്പെടുത്തലിലേക്ക് മാറ്റിയതിൻ്റെ പിന്നിൽ സുജിത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനോട് ആദ്യം ഞാൻ ഗൗരവത്തിലെടുക്കാതിരുന്ന ഈ ബുക്കിനോട് ഞാൻ മാപ്പ് ചോദിച്ചത് അതുകൊണ്ടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നിന്നോളം മുലക്ക് കരമേർപ്പെടുത്തിയപ്പോൾ മുലമുറിച്ച് പ്രതിഷേധിച്ച ആളുകൾ മുതൽ നിങ്ങൾ അറിയേണ്ടത് നിരവധി സംഭവങ്ങളിലൂടെ സ്ത്രീകൾ മുന്നോട്ട് വന്നതിൻ്റെ ചരിത്രത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ്. അത്തരത്തിലുള്ള അടയാളപ്പെടുത്തലിൻ്റെ ഏറ്റവും പ്രമുഖമായൊരു സ്ഥാനം സുജിത് ബാലകൃഷ്ണൻ തീർച്ചയായും ഈ ബുക്കിലൂടെ നേടിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും വായിക്കേണ്ടതുണ്ട്. നമുക്കതിൽ അക്ഷരപ്പിശകുകളുണ്ട്. ഞാനും ഇന്ന് രാവിലെ സുജിത്തിനോട് പറഞ്ഞിരുന്നു, പക്ഷെ അതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. പകരം അതൊരു പൊള്ളുന്ന യാഥാർത്ഥ്യമാണെന്നും അത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തലാണെന്നും 100 കൊല്ലങ്ങൾക്കും 200 കൊല്ലങ്ങൾക്ക് ശേഷവും ഇത്തരത്തിലുള്ള സൂര്യനെല്ലുകൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോഴും അതിൽ മാറ്റം വന്നിട്ടില്ല എന്നും അത്ര നികൃഷ്ടരായ ആളുകൾക്കിടയിൽ നമ്മൾ ഇരകളെ നിർഭയയെന്നും അതിജീവിതയെന്നും ഇരയെന്നുമൊക്കെ പേരിട്ട് വിളിച്ച് വെറും കപട സ്യൂഡോ ഈ പറയുന്ന പോലെ എമ്പതികൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഒരു കേസിൽ പോലും നമുക്കറിയാം,
വളരെ അത്യപൂർവമായ ഒരു കേസ് ഉണ്ടായിരിക്കുന്നു. കാരണം നേരത്തെ ഇരകളെ പീഡിപ്പിക്കപ്പെടുന്നത് മാത്രമാണ് കേസെങ്കിൽ ഇരയെ പീഡിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്ന നടന്മാരും നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ കൊടപിടിക്കാനും ഇതിനോടൊക്കെ അനുകൂലമായിട്ടും ആളുകൾ നിൽക്കുമ്പോൾ അങ്ങനെ അനുകൂലിക്കുന്ന ആളുകൾ ചവറ്റുകുട്ടയിൽ ഇറങ്ങപ്പെടുകയും ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിച്ച, ഇതിനെതിരെ രാഷ്ട്രീയമായ വലിയ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു ജനതയെ മുൻപോട്ട് നയിച്ച ആളെന്നുള്ള നിലയിൽ തീർച്ചയായും സുജിത് ബാലകൃഷ്ണനും ഈ ഗോൽഗോത്ത ദിനങ്ങളും തീർച്ചയായും ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന് എനിക്കറിയാം. അത്തരത്തിൽ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി കേട്ടതിന്.